നമസ്കാരം, ഞാൻ സാൻഡ്ര, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ആങ്സൈറ്റിനെ കുറിച്ചിട്ടാണ്. ഇതൊരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാവരിലും നമ്മൾ ഒരു പർട്ടിക്കുലർ ഡിഗ്രി വരെ ആങ്സൈറ്റി ഉള്ളതാണ്. പക്ഷെ അതും കടന്ന് നമ്മളുടെ ഒരു പേഴ്സണൽ, നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനെ എഫക്റ്റ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ, സോഷ്യൽ റിലേഷൻഷിപ്സ്, നമ്മുടെ ജോലി, നമ്മുടെ പഠനം, അങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫ് ഫങ്ഷനിങ്ങിനെ എഫക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ആങ്സൈറ്റി ഡിസോർഡർ ആയിട്ട് മാറുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ആങ്സൈറ്റി നമ്മൾ ഫിയർ എന്നും തെറ്റിദ്ധരിച്ച് വിളിക്കാറുണ്ട്. പക്ഷെ ഇത് രണ്ട് കാര്യങ്ങളാണ്. സോ ആദ്യമേ തന്നെ ആങ്സൈറ്റി ഫിയറും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് പറയാം. ഇപ്പോൾ ഫിയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു എൻ്റെ വീട്ടിൽ നിന്നും ഞാൻ എൻ്റെ ഡോറ് തുറന്നിട്ട് ഞാനിപ്പോൾ പെട്ടെന്നൊരു പട്ടി കുറക്കുന്ന ശബ്ദം കേൾക്കുക. അപ്പോഴേക്കും ഈ പട്ടി ബാർജൻ ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് വന്ന് കയറുമോ എന്നുള്ളൊരു ദാറ്റ് ഇസ് ഫിയർ. അപ്പോൾ അവിടെ ഒരു റിയൽ ആയിട്ടുള്ളൊരു ത്രെട്ട് അല്ലെങ്കിൽ ഒരു റിയൽ ഡേഞ്ചർ, അല്ലെങ്കിൽ നമുക്കതിന് റിയൽ സ്റ്റിമുലസ് എന്ന് വിളിക്കാം. അപ്പോൾ അതിനോടുള്ളൊരു റിയൽ റെസ്പോൺസാണ് ഫിയർ. പക്ഷേ ആങ്സൈറ്റി എന്ന് വരുമ്പോഴേക്കും അവിടെ ഒരു റിയൽ ആയിട്ടുള്ളൊരു ത്രെട്ടോ ഡേഞ്ചറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റിമുലസ് ഒന്നുമില്ല. അതല്ലാണ്ട് തന്നെ നമ്മളിങ്ങനെ ചിന്തിച്ച് നമ്മൾ തിങ്ക് ചെയ്ത് ആങ്സൈറ്റി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ അവിടെ ഒന്നും തന്നെ നമുക്ക് അവിടെ പ്രസൻ്റ് അല്ല, ഒരു സ്റ്റിമുലസ്. പക്ഷേ ഇതുപോലെ എന്തെങ്കിലും, ഫോർ എക്സാമ്പിൾ സെയിം തന്നെ ഇങ്ങനെ എന്തെങ്കിലും മൃഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്യജീവികളോ വന്ന് വീട്ടിലേക്ക് വന്ന് കയറുമോ എന്നുള്ളൊരു ആങ്സൈറ്റി. സോ അതാണ് അത് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. പിന്നെ നമ്മൾ പല ടേംസ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ആങ്സൈറ്റി ഫിയർ എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ വെറി അല്ലെങ്കിൽ പാനിക്, ഫോബിയ, ടെൻഷൻ, അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷെ ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ പാനിക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ ഷോർട്ട് പീരീഡിലേക്കുള്ള ഒരു ഇൻറ്റൻസ് ആങ്സൈറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്നതിനാണ് പാനിക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ബോഡിയിലി സിംറ്റംസ് നമുക്ക് കാണാൻ കഴിയും. പാൽപിറ്റേഷൻ, സ്വെറ്റിങ്, അതുപോലെ തന്നെ ട്രെമേഴ്സ് ഒക്കെ ഉണ്ടാവും. ഫോബിയ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു കാര്യത്തിനോടൊരു പേടിയുണ്ട്. ചിലപ്പോൾ ഒരു ലിഫ്റ്റിൽ കയറാൻ പേടിയാണ് അല്ലെങ്കിൽ ക്രൗഡ് പേടിയാണ്. അപ്പോൾ അത് നമ്മൾ ടെൻഡ് ടു അവോയ്ഡ്. സോ ദാറ്റ് ഇസ് ഫോബിയ. പിന്നെ അതുപോലെ തന്നെ വെറി എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇന്ന സമയത്തൊരു ട്രെയിൻ ഉണ്ട്, റെയിൽവേ സ്റ്റേഷൻ, എനിക്ക് ഇത്ര മണിക്ക് എത്തണം, പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റായി. അപ്പോൾ അപ്പോഴേക്കും എനിക്ക് അവിടെ പല രീതിയിലുള്ള ഒരു ചിന്തകളാണ്. ഇപ്പോൾ എനിക്കിപ്പം അവിടെ ട്രെയിൻ മിസ്സാവും, എനിക്ക് കറക്റ്റ് സമയത്തിൽ എത്താൻ പറ്റുമോ. അപ്പോൾ വെറിക്ക് അവിടെ ആവശ്യം പ്രോബ്ലം സോൾവിങ് ആണ്. ഇപ്പോൾ നമ്മളവിടെ പെട്ടെന്ന് എത്താനുള്ള ബാക്കി മാർഗ്ഗങ്ങൾ നോക്കുക, അല്ലെങ്കിൽ അടുത്ത ട്രെയിൻ എപ്പോഴാണ് നോക്കുക, അങ്ങനെയുള്ളൊരു പ്രോബ്ലം സോൾവിങ് വെറിക്ക് ആവശ്യം. ടെൻഷൻ എന്ന് പറയുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ മസ്കുലർ ടെൻഷൻ, നമ്മുടെ മസിൽസ് ടൈറ്റ് ആവും, റിജിഡ് ആവും, ഫിസിക്കലി ആൻഡ് ഓൾസോ ഇൻറ്റേർണലി നമുക്ക് ടെൻഷൻ ഫീൽ ചെയ്യും. സോ ദാറ്റ് ഇസ് ടെൻഷൻ. നമ്മുടെ ബ്രെയിനിൻ്റെ ഏത് പാർട്ടിൽ നിന്നുമാണ് ആങ്സൈറ്റി ഒറിജിനേറ്റ് ചെയ്യുന്നത് അനുസരിച്ച് നമുക്ക് ആങ്സൈറ്റിയിൽ രണ്ടായിട്ട് തരംതിരിക്കാം. കോർട്ടക്സ് ബേസ്ഡ് ആങ്സൈറ്റി ഉണ്ട്, അമിഗ്ഡാല ബേസ്ഡ് ആങ്സൈറ്റി. കോർട്ടക്സ് ബേസ്ഡ് ആങ്സൈറ്റിയുടെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വീടൊക്കെ ലോക്കൊക്കെ ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു തോട്ട്, ഗ്യാസ് ഓഫ് ചെയ്തില്ലേ, ഞാൻ അവിടെ പോയി തിരിച്ചു വന്ന് കിച്ചണിൽ കയറി ഗ്യാസ് ഓഫ് ചെയ്തില്ലേ, പിന്നെ ഓഫ് ചെയ്തില്ലെങ്കിൽ ഇനി എക്സ്പ്ലോഷൻ ആവോ, വീട് ബേൺ ആവുന്നു, അങ്ങനെ ഒരു ഇതിലേക്ക് ദാറ്റ് ഇസ് കോർട്ടക്സ് ബേസ്ഡ് ആങ്സൈറ്റി. അപ്പോൾ അവിടെ വളരെ സ്ലോ ആയിട്ടാണ് നമ്മളിതിന് തിങ്ക് ചെയ്താണ് ആ ഒരു ഇതിലേക്ക് എത്തുന്നത്. എന്നാൽ അതേസമയം തന്നെ നമ്മുടെ വണ്ടിക്ക് ഫ്രണ്ടിൽ ഒരു പൂച്ച വട്ടം ചാടുന്നു, നമ്മൾ പെട്ടെന്ന് സഡനായിട്ട് ബ്രേക്ക് ചെയ്യും. ആ ഒരു ആങ്സൈറ്റി അവിടെ ഉത്ഭവിക്കുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ അമിഗ്ഡാല റീജിയനിലാണ്. അപ്പോൾ അതിന് നമ്മൾ അമിഗ്ഡാല ബേസ്ഡ് ആങ്സൈറ്റി എന്ന് വിളിക്കും. അപ്പോൾ സഡനായിട്ട് വരുന്നത് അങ്ങനെ നമ്മൾ ദാറ്റ് ഇസ് ആക്ച്വലി നമ്മളുടെ അമിഗ്ഡാല അവിടെ സെൻസ് ചെയ്ത് അവിടെ ഒരു റിഫ്ലെക്സ് ആക്ഷനാണ് ആ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ. നമുക്ക് പേടി എന്നൊരു സംഭവം, അല്ലെങ്കിൽ നമുക്കൊരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഓർ ഫ്രീ റെസ്പോൺസ് തരുന്നത് അമിഗ്ഡാല ഇല്ലെങ്കിൽ നമുക്ക് പേടിയേ ഉണ്ടാവില്ല ഒന്നിനോടും. അപ്പോൾ നമുക്കൊരു സിറ്റുവേഷൻ വന്നാൽ, ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ വന്നാൽ നമ്മളതിനെ നേരിടണോ, ഫൈറ്റ് ചെയ്യണോ, അതോ നമ്മളവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണോ, ഫ്ലൈ ചെയ്യണോ, അതോ നമ്മളവിടെ ഫ്രീസ് ആയിട്ട് ഇങ്ങനെ നിൽക്കണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ അമിഗ്ഡാലയാണ്. ഓക്കെ, ഇനി ഒരു ആങ്സൈറ്റിയുടെ ഒരു സ്പെക്ട്രത്തിനെ കുറിച്ച് നമുക്ക് പറയാം. ഒരുപാട് ടൈപ്സ് ഓഫ് ആങ്സൈറ്റി ഉണ്ട്. പാനിക് ഡിസോർഡർ, അതുപോലെ തന്നെ ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ, സോഷ്യൽ ഫോബിയ, സ്പെസിഫിക് ഫോബിയ, അങ്ങനെ പലതരത്തിലുള്ള ഒരു സ്പെക്ട്രം ഓഫ് ആങ്സൈറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് പാനിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഈ പാനിക് അറ്റാക്ക്, പലപ്പോഴും പലരും ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അതിനെ തെറ്റിദ്ധരിക്കും. പക്ഷേ പാനിക് അറ്റാക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഷോർട്ട് പീരീഡ്
ഓഫ് എക്സ്പീരിയൻസ് ഓഫ് ഹാവിങ് എൻ ഇൻറ്റൻസ് ആങ്സൈറ്റി. നമ്മുടെ ആങ്സൈറ്റിയുടെ ഒരു മൂർധനീയ അവസ്ഥയിൽ നമ്മൾ അനുഭവിക്കുന്ന കുറച്ച് നേരത്തേക്ക് അനുഭവിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് എന്താ പാനിക് അല്ലെങ്കിൽ പാനിക് അറ്റാക്ക്. പാനിക് അറ്റാക്ക് കൊണ്ട് ഒരിക്കലും നമ്മൾ മരിക്കില്ല. പലർക്കും ഒരു ഡൗട്ടുണ്ട്. ഞാനിപ്പം നമുക്ക് ആ ഒരു ഹൈപ്പർ വെന്റിലേഷൻ ഫീൽ ചെയ്യുള്ളൂ. അതായത് നമുക്ക് ബ്രീത് കിട്ടാണ്ടാവും, ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് സ്പീഡാവും, നമുക്കൊരു ഹെവിനെസ് ചെസ്റ്റിൽ ഫീൽ ചെയ്യും, ചിലർക്ക് വെട്ടി വേർക്കും, ചിലപ്പോൾ ഷിവറിങ് ഉണ്ടാവും ബോഡി മുഴുവനും, ചിലർക്ക് നം ഫീൽ ആയിരിക്കും. അപ്പോൾ മരിച്ചു പോകുമെന്നുള്ളൊരു തോന്നും. പക്ഷെ ഒരിക്കലും നമ്മൾ പാനിക് അറ്റാക്ക് കൊണ്ട് മരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പാനിക് അറ്റാക്സ് വരുന്നത്, അപ്പോൾ അത് വളരെ റിക്കറൻ്റ് ആയിട്ട് ഹാപ്പൻ ചെയ്യുമ്പോൾ അതൊരു പാനിക് ഡിസോർഡർ ആയിട്ട് വരുന്നത്. പിന്നെ ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ. ജനറലി നമുക്ക് എല്ലാത്തിനോടും നമുക്കൊരു ചെറിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ജീവിതത്തിൻ്റെ ഡേ ടു ഡേ ലൈഫിൽ റുട്ടീൻ ആക്ടിവിറ്റീസിലൂടെ നമുക്ക് ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര ആങ്സൈറ്റിയാണ്. അതാണ് GAD എന്ന് പറയുന്നത്. സോഷ്യൽ ഫോബിയയിലേക്ക് വരുമ്പോൾ നമുക്കിപ്പം മറ്റുള്ളവരോട് ഇടപെടാനും സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കിംഗ് പ്രസൻറ്റേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ മുൻപിൽ എന്തെങ്കിലും നമുക്ക് അവിടെ സ്പീച്ച് ഡെലിവറി ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളതൊന്നും, അല്ലെങ്കിൽ ഗ്യാതറിങ് അറ്റൻഡ് ചെയ്യണം, ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനൊക്കെ അവർക്ക് ഭയങ്കര ഒരു പേടിയായിരിക്കും. സോ ദേ ടെൻഡ് ടു അവോയ്ഡ് ദാറ്റ്. സോഷ്യൽ ഫോബിയ എന്ന് പറയുമ്പോൾ അങ്ങനെ. സ്പെസിഫിക് ഫോബിയാസ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലിഫ്റ്റിൽ പോകാൻ, അല്ലെങ്കിൽ ഇരുട്ട് പേടിയുള്ളത്, ഡ്രൈവ് ചെയ്യാൻ പേടി, അപ്പോൾ ദാറ്റ് കംസ് അണ്ടർ സ്പെസിഫിക് ഫോബിയ. ചിലവർക്ക് ചില ഒബ്ജക്ട്സ്, ചില ഇൻസെക്ട്സിനോടായിരിക്കാൻ പേടി, പല്ലി അല്ലെങ്കിൽ പാറ്റ, അങ്ങനെ തുടങ്ങിയ അതും സ്പെസിഫിക് ഫോബിയയിൽ ഉള്ളതാണ്. OCD, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. OCDയിൽ എന്ന് പറയുന്ന പോലെ നമുക്ക് വി നോ ദാറ്റ് ഓരോ ഒബ്സഷൻ ആയിട്ടൊരു തോട്ട് ഉണ്ടാവും, ഒബ്സസീവ് തോട്ട് ഉണ്ടാവും. അതിൽ നിന്നുണ്ടാകുന്ന ടെൻഷൻ അത് കുറയ്ക്കാൻ വേണ്ടി ദ പേഴ്സൺ എൻഗേജ് ഇൻ എ കമ്പൽസീവ് ബിഹേവിയർ. ദാറ്റ് ഇസ് OCD. പിന്നെ സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ വി ക്യാൻ സീ ഇൻ ചിൽഡ്രൻ. കുട്ടികളിൽ നമുക്ക് സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ കാണാം. പാരൻസിൻ്റെ അടുത്ത് നിന്നൊക്കെ അവരൊന്ന് ഡിസ്റ്റൻ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇപ്പോൾ വലിയ ആളുകളിലാണെങ്കിലും ഇപ്പോൾ കുട്ടികളൊക്കെ പഠനത്തിൻ്റെ അല്ലെങ്കിൽ ജോലിയുടെ ആവശ്യത്തിനായിട്ട് ദൂരേക്ക് പോവുകയാണെങ്കിൽ ഇത് പാരൻസിലും കാണാം. PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ഒരു ട്രോമയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ആങ്സൈറ്റി സ്ട്രെസ് ഡിസോർഡറാണ്, സ്ട്രെസ്സാണ് PTSD എന്ന് പറയുന്നത്. സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ അതെന്ന് പറയുമ്പോൾ നമ്മുടെ ലഹരി പദാർത്ഥങ്ങൾ അതൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ആങ്സൈറ്റി ആണ് സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ. അപ്പോൾ ആങ്സൈറ്റി ഉള്ള ഒരു പേഴ്സണിൽ അവർക്ക് ചിലപ്പോൾ ഉറക്കം കൂടുതലുണ്ടാവാം, ചിലപ്പോൾ ഭയങ്കര വിശപ്പ്, ഭയങ്കര ഉറക്കക്കുറവുണ്ടാവും, ഇൻസോംനിയ ഉണ്ടാവും, ഭയങ്കരമായിട്ട് ആപ്പിറ്റൈറ്റ്, വിശപ്പ് ഉണ്ടാവും. അവർക്ക് ചില സിറ്റുവേഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥകളുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ നമുക്ക് ആങ്സൈറ്റിയിൽ കാണാൻ കഴിയും. പല സിറ്റുവേഷൻസ് അവർ അവോയ്ഡ് ചെയ്യുന്നതായിട്ട്, പേടിയുള്ള സിറ്റുവേഷൻസ്, ആങ്ഷ്യസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അവർ അവോയ്ഡ് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി ഇത് പാസ് ഓൺ ആവാം. ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, പാരൻസിനോ അതോ മറ്റ് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിനോ ഉണ്ടെങ്കിൽ ഇത് പാസ് ഓൺ ആവാം. ചൈൽഡ്ഹുഡ് അബ്യൂസ്, സെക്ഷൽ ഫിസിക്കൽ അബ്യൂസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലത്തെ ട്രോമകൾ ഉണ്ടെങ്കിൽ, പാരൻസിൻ്റെ അടുത്ത് നിന്ന് നെഗ്ലക്ട്, അവഗണന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ ബ്രെയിൻ കെമിസ്ട്രിയുടെ ഒരു ഇംപാലൻസ്, ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഇംപാലൻസസും ഇതിനൊക്കെ കാരണമാകും. ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് CBT തന്നെയാണ്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. അവരുടെ ചിന്തകളിൽ ഒരു ആങ്ഷ്യസ് തോട്ട്, നെഗറ്റീവ് ഡിസ്ട്രസ്ഫുൾ തോട്ട്സിനെ ചലഞ്ച് ചെയ്തത് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് CBTയിലൂടെ നമ്മൾ ചെയ്യുന്നത്. രണ്ടാമതായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത് എക്സ്പോഷർ തെറാപ്പിയാണ്. അതിൽ നമുക്ക് ഫ്ലഡിങ് ആൻഡ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ഉണ്ട്. എക്സ്പോഷർ തെറാപ്പിയിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ആണ്. ഗ്രാജുവലി നമ്മൾ അവർക്ക് പേടിയുള്ള ഒരു എന്താണോ അതിലേക്ക് നമ്മൾ അവരെ എക്സ്പോസ് ചെയ്യുക, വളരെ കൺട്രോൾഡ് ആയിട്ട് ഒരു തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പോടുകൂടി. പിന്നെ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയാം, മൈൻഡ്ഫുൾനെസ്, സ്ട്രെസ് റിലാക്സേഷൻ ടെക്നിക്സ് ചെയ്യും, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, വ്യായാമം, എക്സസൈസ്, ഫുഡ് ഹാബിറ്റ്സ്, സ്ലീപ്പ്, ഇതൊക്കെയാണ് തുടങ്ങിയ തെറാപ്യൂട്ടിക് അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻസ് ട്രീറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. താങ്ക് യു.